വ്യാപകമായി തകർന്ന് കിടങ്ങായി മാറിയ മാവൂർ പൈപ്പ് ലൈൻ റോഡിൽ ദുരിതയാത്ര. ജലജീവൻ പദ്ധതിക്കായി റോഡ് കീറിയ ശേഷം ടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കാത്തതാണ് റോഡ് തകരാൻ കാരണമായിരിക്കുന്നത്. പൈപ്പിടാനായി എടുത്ത ചാലുകൾ മൂടിയ മണ്ണും മുകളിലിട്ട 1.5 ഇഞ്ച് മെറ്റലും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കുത്തിയൊലിച്ചു പോയിട്ടുണ്ട്. പലയിടങ്ങളിൽ 2 അടിയോളം താഴ്ചയിൽ കിടങ്ങായി മാറുകയും ചെയ്തു. പൈപ്പിട്ടതിനു ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നതാണ് കരാറെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള ഈ റോഡിൽ മണ്ണും മെറ്റലും ഇട്ടതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്ഥിതിയാണ് നമ്മുടെ ഈ പൈപ്പ് ലൈൻ റോഡിലെ നിവാസികൾക്കുള്ളത്. ഇപ്പം എല്ലാ സമയങ്ങളിലും എല്ലാ വർഷകാലവും വരുമ്പം ഈ ദുരിതം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൈപ്പിടാൻ വേണ്ടി ഈ JCB വെച്ച് ഇവിടെ മാന്തി പൈപ്പ് ഇട്ടതിന് ശേഷം ഇത്രയും നാളായിട്ടും ഇതിനൊരു പരിഹാരവും ചെയ്തിട്ടില്ല. ഈ പൊളിച്ചതിന് ഈ ജംഗ്ഷൻ്റെ അപ്പുറത്തോട്ടുള്ള ഭാഗത്ത് അവർ ടാർ ചെയ്ത്, പക്ഷേ ഈ ഭാഗത്തേക്ക് അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ കൂട്ടായ്മയായിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവിടെ കല്ലെല്ലാം ഇട്ട് നികത്തി വെച്ചിരുന്നത്. അവർ വീണ്ടും അത് വന്നൊന്ന് മാന്തി അതിൻ്റെ കൊണ്ടുവന്ന് മെറ്റിലിട്ട് അത് മഴ വന്നപ്പോൾ ഒലിച്ചങ്ങ് പോയി. ഓരോ വീടുകളിലുള്ളൊരു വാഹനം പോലും പുറത്തോട്ടിറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഈ പൈപ്പ് ലൈൻ റോഡിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ സമയമായി, കുട്ടികൾ ധാരാളമായി പോകുന്ന ഒരു റോഡാണിത്. എത്ര പേര് ബൈക്കിൽ വന്ന് ഇവിടെ വീണിരിക്കുന്നു പല പ്രാവശ്യം. ഇവിടുന്ന് ആ മൂത്തയിടത്തുകൂടി റോഡിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷൻ പോലുള്ള ഭാഗത്ത് അവിടെയാണ് ഒരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നത്, അതുവരെ പൊളിച്ച് മാറ്റിയതാണ്. ഇപ്പം ഒരു വാഹനം പോലും ആ റോഡിലോട്ട് കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു വഴിയിലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ റോഡിനുണ്ടായിരിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിക്കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതേ റോഡിലെ പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ പനങ്ങോട് വരെയുള്ള ഭാഗം ദിവസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്തിരുന്നു. എന്നാൽ പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ പുത്തൻകുളം വരെയുള്ള ഭാഗത്തും പനങ്ങോട് മുതൽ PHED വരെയുള്ള ഭാഗത്തും റീടാർ ചെയ്ത് പഴയ പടിയിലാക്കിയിട്ടില്ല. നേരത്തെ തകർന്നു കിടന്ന റോഡ് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് റീടാർ ചെയ്ത് അധികം കഴിയുന്നതിനു മുമ്പ് ജലജീവൻ പദ്ധതിക്കായി വെട്ടിക്കീറിയതായിരുന്നു. മെറ്റലും മണ്ണും ഒലിച്ചുപോയി വലിയ കിടങ്ങുകളും കുഴികളും റോഡിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണിപ്പോൾ ഉള്ളത്. വീടുകളിൽ നിന്ന് വാഹനങ്ങൾ പുറത്തെടുക്കാൻ പോലും കഴിയുന്നില്ലെന്നാണ് ചിലരുടെ പരാതി. ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാവൂർ GMUP സ്കൂൾ, കൾച്ചറൽ ക്ഷേത്രമടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലേക്കുള്ള റോഡ് കൂടിയാണിത്. Golden Diamonds, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.